ഭൂരിപക്ഷം മനുഷ്യരും സക്സസ് ആണോ എന്ന് ആഗ്രഹിക്കണവരാണ്. അതായത് എനിക്കൊരു നല്ല ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ നല്ല ജീവിത സൗകര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറേ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്നൊക്കെ ആഗ്രഹിക്കണവരാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മനുഷ്യർ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയും മോട്ടിവേഷനായിട്ടുള്ളതും എല്ലാം പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയും, നമ്മൾക്ക് സക്സസ് ആണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് പരാജയത്തെക്കുറിച്ചും നെഗറ്റീവ് എനർജിനെക്കുറിച്ചുമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മൾക്ക് ശത്രുരാജ്യത്തിനെ തോൽപ്പിക്കണമെങ്കിൽ ആ ശത്രുരാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലേ? അങ്ങനെ ശത്രുരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ആ ശത്രുരാജ്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ രാജ്യത്തിന് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ജീവിതമാവുന്ന യുദ്ധത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിരവധി കാറ്റഗറി ഉണ്ട്. നെഗറ്റീവ് എന്ന് ഒരു വേർഡ് പറയാനാണെങ്കിലും അതിൽ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി എല്ലാം നമ്മൾ പഠിച്ചാലാണ്, പരാജയങ്ങൾ പഠിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെങ്കിൽ ഡെഫിനറ്റ് അത് ഫിനാൻഷ്യൽ ക്രൈസിസ് വരാത്ത ആരും ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് ആ ചരിത്രമില്ല. ജീവിതത്തിൽ ഒറ്റപ്പെടാത്ത ആരും വലിയ സെലിബ്രിറ്റി ലെവലിൽ പബ്ലിക്കൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ അവസ്ഥയിലോട്ട് എത്തില്ല. അങ്ങനെ ഏത് നോക്കിയാലും ഇതിലുള്ള എല്ലാ നെഗറ്റീവ് അവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റീവും പരാജയങ്ങളും കൂടുതൽ റിസർച്ച് ചെയ്യുക, കൂടുതൽ സ്റ്റഡി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് വളരെ വേഗത്തിലാവുന്നതാണ്.